ജിജീഷ്, അതായത് ഈ കൊച്ചിയുടെ രാഷ്ട്രീയ മാറ്റത്തിലേക്കുള്ള വിരൽ ചൂണ്ടൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കൃഷ്ണ പറഞ്ഞതുപോലെ കൊച്ചി ഒരു വികസിത കൊച്ചിയായി മാറുന്നതിന് വേണ്ടി അതിന് കഴിയുന്ന അല്ലെങ്കിൽ അത്തരം വികസന കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം വേണമെന്ന് കൊച്ചി മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു മാർജിനിൽ തന്നെ NDA സ്ഥാനാർത്ഥികളുടെ വിജയം അത് കാരണം കേരളത്തിൽ ആകെ ഉണ്ടായിരിക്കുന്ന മാറ്റം അതിൻ്റെ ഒരു പ്രതിഫലനം പ്രതിധ്വനി കൊച്ചിയിലുമുണ്ട്, കൊച്ചിയുടെ നഗരമേഖലയിലുമുണ്ട്. അവിടെയെല്ലാം തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും അവരുടെ അഭിപ്രായങ്ങൾ തേടേണ്ടി വരുമ്പോഴെല്ലാം തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇടതു വലതു മുന്നണികളുടെ ഭരണം മടുത്തിരിക്കുന്നു. യാതൊരു തരത്തിലും വികസന കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വയ്ക്കുന്നില്ല. മാത്രമല്ല വികസന മുരടിപ്പ് മാത്രമാണ് എപ്പോഴും പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും മാറി വരിച്ച കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി നേതാക്കൾ NDAയുടെ BJPയുടെ നേതാക്കൾ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അവരെല്ലാം തന്നെ സജീവമായി NDAയുടെ പ്രവർത്തനങ്ങളിലാണ്, സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള പ്രവർത്തനങ്ങളിലാണ്. ആ ഒരു ഘട്ടത്തിലാണ് അവർ നമ്മളോടൊപ്പം ഈ പ്രവർത്തനങ്ങളുടെ ഇടയ്ക്ക് അതിൻ്റെ ഒരു വിശകലനമെല്ലാമായി എത്തിയിട്ടുള്ളത്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അവിടുത്തെ ഒരു മാറ്റം, ആളുകളുടെ ഒരു ചിന്താഗതി ഓരോ വീടുകളും കയറി ഇറങ്ങുമ്പോൾ? നമ്മൾ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് വീടുകളിൽ നിരന്തരമായി കയറി 2ാം ഘട്ടം 3ാം ഘട്ടം വരെ കഴിഞ്ഞു. പക്ഷേ പണ്ടെങ്ങും ഇല്ലാത്ത രീതിയിലൊരു മാറ്റം ജനങ്ങളിലുണ്ട്. കാരണം ഇന്ന് കാലത്ത് തന്നെ ഒരു 10-30ഓളം കോളുകൾ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം എൻ്റെ വോട്ട് പല സ്ഥലങ്ങളിലെ ബൂത്തിൽ വോട്ട് കിടക്കുന്നത്, വോട്ട് കിട്ടാത്തതുകൊണ്ട് സ്ലിപ്പ് കിട്ടാത്തതുകൊണ്ട് പലരും നമ്മളെ വിളിക്കുന്നു ഇങ്ങോട്ട്. പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പലരും എൻ്റെ ബൂത്ത് എൻ്റെ വീട്ടിൽ വോട്ട് കിട്ടിയിട്ടില്ല, എൻ്റെ 2 മക്കളുടെ കിട്ടി, പക്ഷേ എൻ്റെ അനിയൻ്റെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് 10-50 പേര് വെച്ച് ദിവസവും വിളിച്ചുകൊണ്ടിരിക്കും. വോട്ട് ചെയ്യാനുള്ളത് എൻ്റെ വോട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങൾ കൊണ്ടേ തന്ന് ഞാൻ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരു അന്തരീക്ഷം നമ്മളെ വീട്ടിലിരുത്തണില്ല അവർ. കാരണം നമ്മളത് ബൂത്തിൽ 5-6 ബൂത്തിൽ കണ്ടുപിടിച്ച് അവർക്ക് കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ പിന്നെയും വിളിക്കണവർ. ആ ഒരു അന്തരീക്ഷം വോട്ട് ചെയ്യാൻ ജനങ്ങളൊരു മാറ്റത്തിന് തയ്യാറാണെന്നുള്ള സൂചനയാണ് നമുക്ക് അതുകൊണ്ട് കാണാം. വലിയൊരു മാറ്റം തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്. അതായത് ആളുകൾ കൂടുതൽ, അതായത് 5 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാനും ആളുകൾ മാത്രം പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് അതിൻ്റെ പല മടങ്ങ് ആളുകളും ഓരോ ഡിവിഷനിലും പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുന്നു. സ്ഥാനാർത്ഥികൾ ഏതാണ്ട് മുഴുവൻ സ്ഥലങ്ങളിലും 20,000-ഓളം സ്ഥലങ്ങളിൽ BJPക്ക് താമര ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന സാഹചര്യം, അതും ചെറുപ്പക്കാരായ ആളുകൾ സജീവമായി മത്സര രംഗത്ത് ഇറങ്ങുന്നു. വലിയ മാറ്റമല്ലേ അത്? വലിയ മാറ്റം തന്നെയാണ്. നമ്മൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട തന്നെ 2000-ഓളം സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മൊത്തം നിർത്തിയേക്കുന്നത്. ഈ വർഷം നമുക്ക് ന്യൂനപക്ഷ വീടുകളിൽ നിന്ന് ഭയങ്കര സഹകരണമാണ്. എല്ലാ വീടുകളിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും നേരത്തെ നമ്മൾ അധികം ചെന്നിരിക്കില്ല. ഇപ്പം ഞാൻ ഇറങ്ങിയ വീടുകളെല്ലാവരും കയറി അകത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ വലിയ സ്വീകാര്യത BJP. അത് NDAക്ക് കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ സൂചനയാണ് അത്. ഇത്തരത്തിൽ തന്നെയല്ലേ വലിയ ഒരു മാറ്റം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ എല്ലാം ഉള്ള ഒരു എന്താണ്? അതെ, നമ്മുടെ സമ്പർക്കത്തിന് പോയ നമ്മുടെ വോട്ട് അഭ്യർത്ഥിക്കാൻ പോയപ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, 2-3 വീടുകളിൽ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷയില്ല. കാരണം സർക്കാരാണല്ലോ ഈ പൈസ കോർപ്പറേഷന് കൊടുക്കുന്നത്. സർക്കാർ ഇടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ 1.25 ലക്ഷം കോടിയാണ് ഈ സർക്കാർ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബാധ്യത. അതിപ്പോൾ 6 ലക്ഷം കോടിയായി. എടുക്കുന്നത് തന്നെ 80% തിരിച്ചടവിനും ശമ്പളത്തിനും പെൻഷനും ഒക്കെയാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഇനി മുന്നോട്ട് അവർക്ക് ഒരു വഴിയുമില്ല. ഈ സാഹചര്യത്തിൽ UDFനെയോ LDFനെയോ അധികാരത്തിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ വഴിയിൽ ഈ വണ്ടി ഇടിച്ചു നിൽക്കും. ഈ ഒരു ബോധ്യമാണ് നമുക്ക് പല സ്ഥലത്തുനിന്നും കാണാൻ കഴിഞ്ഞത്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ നോക്കുന്നൊരു കാര്യം, ഇന്ത്യ ഇപ്പോൾ 4ാം സ്ഥാനത്തെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ 2ാം സ്ഥാനത്തെത്തും എന്നുള്ള കാര്യത്തിൽ വെറും ഒരു ഗിമ്മിക്കല്ലാതെ ആകും എന്നുള്ള ഉറച്ച പ്രതീക്ഷ പല വീടുകളിൽ നിന്നും പ്രകടമാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ വലിയ ഒരു മാറ്റം, അതായത് സമകാലിക സംഭവങ്ങളെല്ലാം തന്നെ ആളുകളെ മനസ്സിൽ ഒന്ന് വികസന കാഴ്ചപ്പാടുള്ളത് NDA സർക്കാർ തന്നെയാണ്. അത് നരേന്ദ്രമോദിയിലൂടെ അത് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. അത് തങ്ങൾക്കും വേണം ആ വികസനം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ വിഷയങ്ങൾ, അത് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ഭക്തരുടെ മനസ്സുകളിൽ വലിയ തോതിൽ തന്നെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അവിടെയെല്ലാം അതുകൊണ്ട് തന്നെ
വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇടത് വലത് മുന്നണികൾ എന്താണ് ശബരിമലയിൽ കാണിച്ചത് എന്ന് തങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് അവരോരോരുത്തരും പറയുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് മുനമ്പം വിഷയം ക്രൈസ്തവ വിഭാഗത്തെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അവിടെ നേരിട്ട് സഭയെ നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ട് പോലും സർക്കാരിൻ്റെ മനസ്സലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തിക്കുകയും ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ കഴിയാതെ അവർ പലയിടത്തും കരമടക്കാമെന്ന് പറയുമ്പോൾ പോലും ഓഫീസുകൾ കയറിയിറങ്ങി അത് നടക്കാത്ത സ്ഥിതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. അതേ ഘട്ടത്തിൽ വന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം വിഷയമടക്കം രണ്ട് മുന്നണികളും കണക്കാണ്. ഒരു തരത്തിലും അവരെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന ചിന്തയിലേക്ക് കേരള ജനത എത്തിയതോടുകൂടി തന്നെയാണ് NDA വലിയ സ്വീകാര്യത ലഭിക്കുന്നതും. അതുതന്നെയാണ് കൊച്ചി കോർപ്പറേഷനിലെ മുഴുവൻ ഡിവിഷനുകളിലും ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ല, NDAയുടെ മുന്നേറ്റമുള്ള മത്സരങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി ജിജീഷ്, ഇനി നമുക്ക് വീണയിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. വീണ, അതായത് തലസ്ഥാനത്ത് നമ്മൾ പറഞ്ഞു ഏറ്റവും തീപാറുന്ന പോരാട്ടം നടക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരം. അവിടെ BJP ശക്തമായ രംഗത്തുണ്ട്, നിലവിൽ പ്രതിപക്ഷമാണ്. അവിടെ CPMൻ്റെ പകുതി സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ BJP ഉള്ളത്. കോൺഗ്രസും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ ബോധ്യത്തോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. ഈ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതായത് അത് സംസ്ഥാനത്ത് ആകെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ്. കാരണം രാഷ്ട്രീയമായി എന്തൊക്കെ കേരളത്തിൽ എവിടെ സംഭവിച്ചാലും അതിൻ്റെയൊക്കെ പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടം കൂടിയല്ലേ തലസ്ഥാനം? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് തലസ്ഥാനമാണ് ഭരണസിരാ കേന്ദ്രവും നിയമസഭയും ഒക്കെ കുടികൊള്ളുന്ന ഇടം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളും ജനകീയ വിഷയങ്ങളും വരുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ തലസ്ഥാനം സാക്ഷിയാകാറുണ്ട്. മൂന്ന് മുന്നണികളുടെയും നേതൃത്വത്തിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ജനകീയ വിഷയങ്ങളിലും പൊതുപ്രശ്നങ്ങളിലും നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാന ദിവസമാണ്. തിരുവനന്തപുരത്തും വാശിയേറിയ പ്രചരണമാണ് ഈ ഒരു 30 ദിവസം നീണ്ടുനിന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന വികസനത്തിന് മുന്നേറ്റമാണെന്ന് വാക്കുകളിൽ മാത്രം അവകാശപ്പെടുന്നതാണ് ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ അവസ്ഥ. പലതരത്തിലുള്ള ഇടങ്ങളിലും സാധാരണ ആൾക്കാരുടെ ഇടങ്ങളിലേക്കൊന്നും വികസനം എത്തിയിട്ടില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ നിരവധി പ്രശ്നങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ റോഡിൻ്റെ ദുരവസ്ഥ. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ ജലത്തിൽ മുങ്ങുന്ന തലസ്ഥാനത്തിൻ്റെ അവസ്ഥ, അതിരൂക്ഷമായ വെള്ളക്കെട്ട് തലസ്ഥാന നഗരത്തിലെ പല താഴ്ന്ന പ്രദേശങ്ങളും തമ്പാനൂര്, കിഴക്കേക്കോട്ട ഇടങ്ങളിൽ അതിരൂക്ഷമായി ജനങ്ങൾ വലയുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്ന ചെങ്കച്ചുള എന്നുള്ള നഗർ, ആ കോളനി നഗറിൻ്റെ ഒരു അവസ്ഥ. അത് വർഷങ്ങളായി പലർ മാറി മാറി ഭരിക്കുന്നു എന്നല്ലാതെ അടിസ്ഥാന വർഗ്ഗ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള വികസനവും ഇതുവരെ എത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വികസനമായി ബന്ധപ്പെട്ട് എന്താണ് അനന്തപുരിക്ക് വേണ്ടതെന്നുള്ള കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇതോടൊപ്പം തന്നെ BJPയുടെ മനസ്സിലുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മനസ്സിലുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും മാറാത്ത രീതി മാറും വികസിത അനന്തപുരി എന്ന പ്രഖ്യാപനവുമായിട്ടാണ് പൊതുജന മധ്യത്തിലേക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വോട്ടർമാരുടെ അടുത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തിയത്. എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ തലസ്ഥാനത്ത് വലിയ തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ഇനി ഒരുപക്ഷെ 5 മണിക്കൂർ മാത്രമാണ് ശബ്ദപ്രചാരണത്തിന് ബാക്കിയുള്ളത്. ഒരുപക്ഷെ അത് പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ നിർത്തേണ്ടി വന്നേക്കാനും സാധ്യതയുണ്ട്. ഏതായാലും പ്രചാരണം എന്നതിൻ്റെ ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് 7 ജില്ലകൾ, അതിൽ 6 ജില്ലകൾ പോവുകയാണ്. കാരണം ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം ശബ്ദപ്രചാരണം അവസാനിച്ചിരുന്നു. അപ്പോൾ 6 ജില്ലകളിൽ അതിൻ്റെ സമഗ്രതയിലേക്ക്, പ്രചാരണാവശ്യത്തിൻ്റെ സമഗ്രതയിലേക്ക് പോവുകയാണ്. എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു. പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഒരുമിച്ച് എത്തുകയാണ്. എല്ലാ മുന്നണികളുടെയും അണികൾ, പ്രവർത്തകർ, സ്ഥാനാർത്ഥികൾ, നേതാക്കൾ ഒക്കെയും എത്തിച്ചേരുകയാണ്.